ക്ലാപ്പ് കൊടുക്കാം. കാരണം അദ്ദേഹം പ്രൊമോഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം കണ്ണൂർ യൂണിറ്റ് ബഡ്ജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്റർ ആയിട്ട് വളരെ വിരാജിക്കുമ്പോഴാണ് ഈ സുനിതേച്ചിയുടെ ക്ഷണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഡ്രൈവറായിട്ട് നമ്മോട് കൂടി ചേർന്നിട്ടുള്ളത്. ജയ്ഷേട്ടൻ വെൽക്കം. സുനിതേച്ചി രണ്ട് കൈയും കാലും പൊക്കി കൈയടിക്കുന്നുണ്ട്. സത്യമാണ്. അപ്പോ അദ്ദേഹത്തിന് ഇന്ന് ഡ്യൂട്ടിക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സുനിതേച്ചി ഇതിന് മുന്നേയുള്ള യാത്രയിൽ പങ്കെടുത്തു. അപ്പൊ അവരൊരു ഗ്രൂപ്പായിരുന്നു ഇളയാവരുന്ന്. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ അമരക്കാരി എന്നൊക്കെ പറയാം. ബെസ്റ്റ് ടൂർ ഗൈഡാണ്. അപ്പൊ സ്വപ്നേച്ചിയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ KSRTC ടൂർ പ്രോഗ്രാം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതൊരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ആയിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം വെൽക്കം സ്പീച്ച് നമ്മുടെ അടുത്തായിട്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലേക്ക്. അതിനുശേഷം നമ്മുടെ സെൽഫ് ഇൻട്രഡക്ഷൻ ആണ്. ഓരോരുത്തരും മുൻ യാത്രകളിൽ പങ്കെടുത്തവരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് എന്റെ നമ്പറുകൾ, പഴശ്ശിയുടെ നമ്പറുകൾ പഴയതുപോലെ പരിക്കില്ലായിരുന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ സുനിതേച്ചിയുടെ ടീം എന്ന് പറയുമ്പോൾ 20 പേരാണ്. അവർക്ക് കണ്ടൊക്കെ നിൽക്കാൻ വേണ്ടി 11 പേരുമായിട്ട് നമ്മുടെ പ്രിയ ടീച്ചർ, അതുപോലെ സിന്ധുവേച്ചിയുടെ ടീമുണ്ട്. നിങ്ങൾ 20-ന് 1000 കോഴിക്ക് അരക്കാട കോഴി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോഴി സ്വഭാവത്തിലുള്ളതാണ് സുനിതേച്ചി. അതുകൊണ്ട് ആ ഒരു താരതമ്യേക്ക് വളരെ മാച്ചിങ് ആവുക. 20 കോഴിക്ക് 11 കാട. അങ്ങനെ ഒരു കടുത്ത മത്സരമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പൊ സെൽഫ് ഇൻട്രഡക്ഷനിലേക്ക് കടക്കുകയാണ്. എന്നെ കുറിച്ച്, എന്റെ പേര് തൈസീറാണ്. കണ്ണൂരിലെ എൻ്റെ 4ാമത്തെ KSRTC. അപ്പോൾ ഇങ്ങനൊരു സംഘടിപ്പിക്കുന്നത് KSRTC അതിലെല്ലാം കടമ്പോഴാണ്. എന്നാലും ഞാൻ തന്നെ പറയാം. എൻ്റെ പേര് പുഷ്പരാജി. തലപ്പുറം വിശേഷത്തിൽ നിന്നും ഒരു 2 വർഷം മുന്നേ ഫസ്റ്റ് ടൈം പോകാൻ വേണ്ടി പിന്നെ അതുപോലെ ഇത് ലാസ്റ്റ് കിട്ടിയ ശേഷം ഞാൻ കഴിഞ്ഞ 2-ാം തീയതിയിലെ ട്രിപ്പിന് വേണ്ടി ബുക്ക് ചെയ്തപ്പോൾ റേറ്റ് ശരിയായിട്ടാണ് പോയതാണ്. അപ്പൊ ഇവിടെ സീറ്റുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോഹനൻ കുഞ്ഞാടൂര്. കള്ളി എന്നാണ് തൊഴില്. അപ്പൊ ഇപ്പൊ സർക്കാർ ലീവ് എടുത്തിരിക്കുന്ന KSRTCന്റെ കണ്ണൂർ ഡിപ്പോയുടെ എല്ലാ ട്രിപ്പിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പയ്യന്നൂർ ട്രിപ്പിലും 2 പങ്കെടുത്തു. ഭാര്യയുടെ കൂടെ ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രുക്മിണി. നമ്മള് കണ്ണൂർ ഡിപ്പോന്റെ ഫുള്ള് പോയി. ഇനി ഒറ്റ പോകാനില്ല. നമ്മൾ ഇതിനടുത്ത് പോകുമ്പോൾ അങ്ങനെ പോയാലും KSRTCയിൽ ഇത് 2ാം പ്രാവശ്യം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിർമ്മല. ഞാൻ പട്ടണ ബ്രാഞ്ചിൽ LIC ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ LICയിൽ അധികം സമയത്തും ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ടൂർ പോയിട്ടുണ്ട്. KSRTCയുടെ കണ്ണൂർ ഡിപ്പോയിലുള്ള ആദ്യമായിട്ടുള്ള ഒരു ടൂറാണ്. അത് നിങ്ങളോടൊപ്പം പരമാവധി എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും പേര് വിളിക്കുന്നത്, സംസാരിക്കുന്നത്, ചിരിക്കുന്നത്. എനിക്ക് തോന്നിയത് ഒരു 1 ഡേ ടൂറിന്റെ ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവരും അടിച്ചു പിടിക്കാൻ വേണ്ടി തയ്യാറാകുക. എൻ്റെ കൂട്ടത്തിൽ ഞാനും. ഓക്കെ, താങ്ക് യു. ഒരുപാട് മുങ്ങിച്ച് വെച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു അടിപൊളി കായികയൊന്നുമില്ല. അപ്പൊ കോൾഡ് കുഴിച്ചിട്ട് സൗണ്ടും കുറച്ചൊരു ഇതാണ്. എന്നാലും 2 വരി പ്രേയർ പാടും. ഇതുപോലെ തന്നെ ഞാൻ പറയാം. നമ്മുടെ വലിയ വലിയ ഗായകർ
ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് കണ്ണൂര്. വീട് ഇവിടെ പൂക്കോത്ത്. ഏറ്റവും അടുത്തായിട്ട് ഇവിടെ എത്താൻ പറ്റും. പിന്നെ ബാക്കി കുറെ സമയം എന്നിട്ട് ജസ്റ്റ് വന്നിട്ട് ഞാൻ സ്വിച്ചിയുടെ ടീം ഇത്ര ലൈറ്റ് അവർ 10 മിനിറ്റ് അവിടെ ഡിലേ ആയി. ആ മുന്നിൽ പിള്ളേരൊക്കെ ആയിട്ട് കാശ്മീരിൽ പോകുന്നവരെ ഞാനിങ്ങനെ നടക്കുമ്പോൾ തണുത്ത കാറ്റ് വീശില്ല. തണുത്ത കാറ്റ് വീശിയിട്ടില്ല, നല്ല ചൂടുള്ള കാറ്റാണ്. എന്തപ്പയുടെ കാറ്റ്. എന്റെ പേര് ഷീബ. പള്ളിക്കുന്നിലാണ് വീട്. കണ്ണൂരിൽ തന്നെയാണ് ഓഫീസ്, യോഗശാല. എന്നെ അറിയുന്നവർ ഇതിനകത്തുണ്ട്. ചേട്ടനുണ്ട് എന്നെ അറിയുന്നത്. ചേട്ടനും ചേട്ടന്റെ ഭാര്യ. ഇത്രയും എന്നെ കുറിച്ച് പറയാനുള്ളൂ. ബാക്കി തൻസി എന്ന് പറഞ്ഞിട്ട് ബ്രണ്ണൻ കോളേജിലെ കാറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. 5 വർഷം അവിടെ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കാറ്റില്ല. പാവാണ്. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മഹാപാവാണ്. മഹാഭാവാണ് സത്യമായിട്ട്. ഇതെന്റെ KSRTC 5ാമത്തെ ട്രിപ്പാണ്. കൈമുട്ട് തലശ്ശേരി പീഡിയാട്രിക് ഹോസ്പിറ്റലിലെ താങ്ക് യു. എന്റെ വീട് പൊളിക്കുന്നത് രാജേന്ദ്രനഗർ ഹൗസിംഗ് കോളനിയിലാണ്. KSRTCയുടെ കൂടെ ആദ്യത്തെ യാത്രയാണ്. രാവിലെ 5:15 KSRTC സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇങ്ങനെ വളരെ അപരിചിതയായിട്ട് മാറിയിട്ടപ്പോൾ ആൾക്കാർ ഓരോരാൾ ഇന്നയാളുണ്ടോ പേര് പറഞ്ഞ് പരിചയപ്പെടുന്ന കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ മാത്രമായിരിക്കും ഇതുവരെ പോവാത്ത ആള്. തൻസീറിനെ കാണാൻ മാത്രം KSRTC ട്രിപ്പ് വരുന്ന ആളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തൻസീർ ആരാന്ന് മനസ്സിലായി. കഴിഞ്ഞ മെയ്യില് സിന്ധുവിന്റെ നേതൃത്വത്തിൽ ഒരു ഗവിയാന്ന് തോന്നുന്നു ഒരു യാത്ര ബുക്ക് ചെയ്തത് ക്യാൻസലായി. എന്റെ പേര് പ്രിയ. ഞാൻ പതിനഞ്ചാലിന് വരുന്നു. പിന്നെ കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പട്ടണൊരു CBSE സ്കൂളിൽ. ഇതെന്റെ 5ാമത്തെ ട്രിപ്പാണ്. പിന്നെ തഞ്ചിന്റെ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ബിന്ദുവിന്റെ കൂടെ പോയിട്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ പേരോർമ്മയില്ല. ഫസ്റ്റ് ട്രിപ്പ് നെഫർട്ടിറ്റി ആയിരുന്നു. അതും അടിപൊളിയായിരുന്നു. പിന്നെ റാണി ട്രിപ്പും നല്ല ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. കരുനാട്ടിലും 2 പേരുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഈ KSRTC ട്രിപ്പിന് നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. നമുക്ക് ടിക്കറ്റ് കാത്തിക്കണ്ട ആ ഒരു ഇതുണ്ട്. പിന്നെ യാത്രകളെ എപ്പോഴും പ്രണയിക്കുന്നത് കൊണ്ടായിരിക്കാം എപ്പോഴാ ചാൻസ് കിട്ടുന്നത്. ഞാനും സിന്ധുവൊക്കെ ഒരേ എന്റെ പേര് ഷൈമ. എന്റെ പേര് ഷൈമ. ഞാൻ റവന്യൂ വകുപ്പിൽ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് 3ാമത്തെ യാത്രയാണ് KSRTCയിൽ. ആദ്യ യാത്ര ഇതേപോലെ തന്നെ സിന്ധുവിൻ്റെ കൂടെ ലീഡർഷിപ്പായി നമ്മളവിടെ കുറേ യാത്ര നമ്മൾ പോകാം. അപ്പോൾ സിന്ധുവിൻ്റെ കൂടെ ആദ്യത്തെ യാത്ര നമ്മൾ SSC ലേഡീസ് വഴിയായിരുന്നു. വയനാട് ബീച്ചുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു യാത്രയാണ്. ഞാൻ വർക്ക് ചെയ്ത് 2ാമത്തെ പ്രാവശ്യമാണ് KSRTC യാത്ര പോകുന്നത്. ഞാനും വീട്ടു ജോലി തന്നെയാണ്. പിന്നെ ഇത് 2ാമത്തെ ട്രിപ്പാണ്. ആദ്യം വയനാട് സിന്ധുവിൻ്റെ ഇവിടെ പോയി അടിച്ചു പൊളിച്ച് ഇത് കോട്ട വെച്ചിട്ടാണ് ഉള്ളത്. സിന്ധു പറഞ്ഞ് 2 ടൂറാണ്. സോട്ട് വാട്ടറാ എന്തിനാ
നമുക്ക് ടി വിയിലിട്ട് കാണാലോ ആക്ച്വലി യൂട്യൂബിലിട്ട് കേട്ടോ കഴിച്ചു Namah Shivaya, Namah Shivaya, Namah Shivaya. Kalaba Brithopla Pachatiya Tirumeni Kanikanan Varunneram Kalatte Kanikanan Varunneram Karumu Tulukai Kumbhililikuru Tiruvallur Puzhayile Teethajalam Ayyappa Swami നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എന്റെ കുപ്പിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ ആറ്റുനോറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ എന്നു കാത്തരുളുക വരമരുളുക കൈകൊണ്ടേ അയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി തേടി വരും അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ കൊച്ചിടം തന്തോനാനെ നാനെ തന്തോനാനെ നാനെ തന്തോനാനെ നാനെ ഒലക്കപ്പത്തായം തുറന്നു നോക്കുമ്പം വിതപ്പയം പോലെ പുറ പറക്കുന്നേ സൈതാറി പള്ളിന്റെ ഒട്ടുമക്കറിയിട്ട് മേലോട്ട് നോക്കുമ്പോ ആകായം കണ്ടോളെ മാണിക്യ വീണയുമായി മനസ്സിന്റെ താമരപ്പൂവിൽ
നീ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. ചില സിനിമാ പാട്ടില് പിന്നെ 2 വരിയുള്ളത് 2 വരി പാടിയാൽ മതി, 2-ലധികം ഗുണമായിട്ട് പാടണം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഓമകളെ കണ്ടു ഞാൻ പൂങ്കിരാവിൽ താരകങ്ങൾ കൊഞ്ചിരിച്ച നീലരാവിൽ. അത് 2 വരിയുള്ളൂ, 2 വരി. ആടാം പാടാം ആരോമചേകവ കൊണ്ടംഗം വെട്ടിയ കല. അത് 6 ലൈനായിട്ടുണ്ട്. അങ്ങനത്തെ പാട്ട് അങ്ങനെ തന്നെയാണ്. അതാണ് അവസാനം മിണ്ടുപിടി. മലയാളി മധുരം നുള്ളി തരൂ ഒരു പോയിന്റ് അല്ല അത് അപ്പുറത്തേക്ക് അതാണ് തീർന്നില്ലേ? നേരത്തെ പറയണു ഇളം പോകാൻ. അപ്പൊ രാജത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിലെ മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിലെ മഴ ചൊരിയും ചക്രവർത്തി കുമാര ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവെള്ളം തുഴയാൻ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവെള്ളം
പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങള് കുറെ കുടുംബ ഉണ്ട്. അപ്പൊ എല്ലാവരും അല്ലെ വിളിച്ച് വിളിക്കാൻ തന്നെ ഇന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ നിലമ്പൂർ ട്രിപ്പ് നമ്മളൊരു പുതിയ ഡെസ്റ്റിനേഷൻ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യ ട്രിപ്പിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അതിന്റെ ഒരു ഹരം കൂടി ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നിലമ്പൂർ അല്ലെ. നിലമ്പൂർ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്? എന്താണ് തേക്ക് അല്ലെ. നിലമ്പൂർ തേക്ക്, അതിന്റെ പേരിലാണ് നിലമ്പൂർ ഏറ്റവും അധികം പ്രശസ്തി ആർജിക്കുന്നത്. എന്താണ് നിലമ്പൂർ ആയിഷ. ആയിഷ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ അല്ലേ? അവരുടെ ഇവിടെ ഒരു ആയിഷ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ അയപ്പിച്ച പിച്ചു പത്തുവാണ്.
തേക്കിൻ്റെ നാടായിട്ടുള്ള കനോലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങിന് മുഖ്യാതിഥി സ്ഥാനം വഹിക്കുന്നതിനുള്ള ശ്രീ മാട്ടുമ്മൽ സലീം സാർ നമ്മളുടെ നഗരസഭ ചെയർമാനാണ്. അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അരുമ ജയകൃഷ്ണൻ മാം വരേണ്ടതായിരുന്നു, ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ട നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ കാർത്തിക് പി IFS അവർ, അദ്ദേഹത്തിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിലമ്പൂർ നോർത്ത് ADCF ശ്രീ മിഥുൻ IFS അവർക്കെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബജറ്റ് ടൂറിസം സെൽ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഷിജിൽ, യൂണിറ്റ് കോർഡിനേറ്റർ ശ്രീ അബ്ദുൾ നിസാർ, CITU സെക്രട്ടറി ശ്രീ കൈരളി ദാസ് എന്നിവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിലമ്പൂർ നോർത്ത് FDA കോർഡിനേറ്റർ ശ്രീജേഷ് K നായർ, നമ്മളുടെ വനം വകുപ്പിൻ്റെ മറ്റു ഉദ്യോഗസ്ഥർ, കൂടാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി മാം, KSRTCയിലെ മറ്റു ഉദ്യോഗസ്ഥർ, എല്ലാവരെയും അതിലെല്ലാത്തിലും ഉപരി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ ഇതുപോലെ എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിനായി റിസർവ് ഫോഴ്സ് ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ V രാജേഷ് സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ആദരണീയായ നമ്മുടെ, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാരായ ശബരി, അതേമാതിരി ഗോപാലകൃഷ്ണൻ സാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈജി ടീച്ചർ, പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ നോർത്ത് DFO സാർ കാർത്തിക് സാർ IFS, അതുപോലെ തന്നെ ADCF മിഥുൻ സാർ IFS, നിങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വനം വന്യജീവി വകുപ്പും അതുപോലെ തന്നെ KSRTC ബജറ്റ് ടൂറിസം യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു വിനോദ സഞ്ചാര യാത്ര, അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് പ്രസംഗിച്ച് സമയം കളയുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും കനോളി പ്ലോട്ടിനെ പറ്റി പഠിക്കാനും കനോളി കാണാനും വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിൽ നിങ്ങളെ സ്വീകരിച്ച് ആനയിക്കേണ്ട ഒരു കടമ വനം വകുപ്പിനുണ്ട്. അതിനായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട നോർത്ത് DFO, അതേമാതിരി മാട്ടുമ്മൽ സലീം സാർ ഇവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങളെ അതിലൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. കൗൺസിലർമാരായ ശബരിയേട്ടൻ, മണിയേട്ടൻ, മറ്റു KSRTCയിലെ ജില്ലാ കോർഡിനേറ്റർ, CITU നേതാവ് കൈരളി ദാസ്, മറ്റു ഫോറസ്റ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അതിൽ KSRTC ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും നടത്തുന്ന ഇന്നത്തെ ഈ പരിപാടി നമുക്കറിയാം. KSRTC വളരെ മുൻപ് തന്നെ ബജറ്റ് ടൂറിസം നടപ്പിലാക്കി വരികയാണ്. നിലമ്പൂരിൽ നിന്ന് ധാരാളം KSRTC ബസ്സുകൾ ടൂറിസ്റ്റുമായി മറ്റുള്ള ഭാഗത്തിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് KSRTC മലപ്പുറം ജില്ലയിലേക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സുമായിട്ട് എത്തുന്നത്. ആ എത്തുന്ന സന്തോഷ വാർത്തയിൽ നിങ്ങളെ സ്വീകരിക്കുക, നിലമ്പൂരിന്റെ ആതിഥ്യം മരടുക എന്നുള്ളതാണ് എന്റെയും DFOയിലൊക്കെ ഉള്ള ചുമതല. നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2-3 ദിവസം ചെലവഴിക്കാനുള്ള ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ നിലമ്പൂരിലുണ്ട്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാടും അതേപോലെ തന്നെ പുഴകളാൽ ഏറ്റവും സൗന്ദര്യവതിയായി നിൽക്കുകയാണ് നിലമ്പൂർ. ലോകത്ത് ആ വർഷത്തിൽ നട്ട തേക്കിൽ ഏറ്റവും വലിയ തേക്ക് നിലമ്പൂരിലാണ്. അതേപോലെ തന്നെ കനോലി പ്ലോട്ട് എന്ന് പേരിട്ട ഈ സ്ഥലം, അതുപോലെ തന്നെ അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ. ഏഷ്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നമ്മുടെ നിലമ്പൂരിലാണ്.
അത്തരത്തിലുള്ള ധാരാളം സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കുക മാത്രമല്ല, തേക്ക് മ്യൂസിയത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ തന്നെ പഠിക്കാൻ നിരവധി സംഗതികളുണ്ട്. ഒരു തേക്കിന്റെ വളർച്ചയും ആ തേക്ക് കാട്ടിൽ വളരുന്ന ജീവികളുടെയും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ആവശ്യമായ ഒരു ടൂറിസം പാക്കേജാണ് നമുക്ക്. അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് നിങ്ങളെ വളരെ ഹൃദയത്തോടും കൂടി, വളരെ എന്താ പറയുക സന്തോഷത്തോടും കൂടി നിലമ്പൂരിലെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിലും അതേപോലെ തന്നെ നിലമ്പൂർ നിവാസികൾക്ക് വേണ്ടി നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിലമ്പൂരിനെ കുറിച്ചുള്ള എന്ത് കാര്യത്തിനും നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചാൽ നിലമ്പൂരിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒരു 3-4 ദിവസം നിലമ്പൂരിൽ കറങ്ങാനുള്ള കുറെ ടൂറിസം ഡെസ്റ്റിനേഷൻ നിലമ്പൂരിലുണ്ട്. ഇനിയിപ്പോ ഇന്ന് നിങ്ങൾ ഒരു ദിവസത്തിനാ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന സമയത്ത് ഒരു 2-3 ദിവസം ഇവിടെ താമസിച്ച് നിൽക്കത്തക്ക രീതിയിൽ വരണം. കാരണം നമുക്ക് കാട്ടിൽ താമസിക്കാൻ പറ്റും, ആ കാട്ടു ജീവികളെ കാണാൻ പറ്റും, അതുപോലെ തന്നെ നല്ല നല്ല പുഴകൾ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ആസ്വദിച്ച് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസവും നല്ല സമയവുമാക്കി തീർത്ത് സന്തോഷമായി തിരിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോട് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ മാട്ടുമൽ സലീം, ഇവിടെ ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ടീച്ചർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാർ, ഇവിടെ ഇതിനു വേണ്ടി വന്നിട്ടുള്ള KSRTCയുടെ പ്രതിനിധികൾ, അതുപോലെ യൂണിയനിൽ വന്നിട്ടുള്ള പ്രതിനിധികൾ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതും കൂടാതെ നമ്മുടെ നിലമ്പൂർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് കണ്ണൂരിൽ വന്ന ടൂറിസം എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഇത് ഹൃദയം നിറഞ്ഞ ഇത് വെൽക്കം നിങ്ങൾക്കൊന്ന് പറയുകയാണ്. അതായത് തേക്കിൻ്റെ നാടായിട്ട് ഇത് ഹരിതയും പച്ചപ്പും നിറഞ്ഞ ഉള്ള ഒരു നാടായിട്ടുള്ള ഒരു നിലമ്പൂരിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചോദിച്ചത് പോലെ നിങ്ങൾക്ക് വന്ന് കാണാൻ ഒരു ദിവസം മാത്രമല്ല, അതിൻ്റെ ഇത് കൂടുതൽ 2-3 ദിവസങ്ങളിൽ നിന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുള്ളത് കനലി പ്ലോട്ടിലാണ്. കനലി പ്ലോട്ടിൽ ഞാൻ പറയുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ അക്കരയിലാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് 8 വലിയ തേക്ക് മരങ്ങൾ കാണാൻ പറ്റും. അതായത് 1830-കളിലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യനിർമ്മിതമായ ഒരു തേക്ക് റിപ്പോർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു പഴമ ഫീൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇത് സൈലൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇതുപോലെ നിലമ്പൂരിൽ കാണാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. നമുക്കൊന്ന് കക്കടംപോയിലുണ്ട് ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പുഴകളുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതൊന്ന് ഫോറസ്റ്റിനുള്ളിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. സോ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇത് ഹാർദവമായിട്ടുള്ള ഇത് വെൽക്കം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. KSRTCയുടെ അവരുടെ അസോസിയേഷൻ നേതാവ് ശ്രീ കൈരടി ദാസ് അവരുടെ ക്ഷണിച്ചു. ഹലോ, സ്നേഹം നിറഞ്ഞ KSRTCയുടെ ബജറ്റ് ടൂറിസം യാത്രക്കാർ, നമ്മുടെ സ്ഥാപനം വലിയ മാറ്റങ്ങൾക്കാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുമ്പെങ്കിലും എന്തെങ്കിലും ഇങ്ങനെയൊരു സംരംഭം KSRTC നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ മാറ്റം നമ്മുടെ സ്ഥാപനത്തിൽ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. വളരെ സാധാരണ ചിലവിൽ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചിലവിൽ ഇന്റേണലായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അവസരമാണ് KSRTC എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടില്ല, ഇന്റർസ്റ്റേറ്റ് നമ്മൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിനകത്ത് തന്നെ നിരവധി സ്ഥലങ്ങൾ, ഇതിനകം തന്നെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് പോയി കഴിഞ്ഞു, കണ്ണൂരിലേക്ക് അവിടേക്കൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ടീമിലെത്തിയിട്ടുള്ള എല്ലാവരെയും KSRTCക്ക് വേണ്ടി
സ്വാഗതം ചെയ്യുകയാണ്. നിലമ്പൂരിൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. നിങ്ങൾക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സൈജി ടീച്ചർ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ചെയർമാൻ, അതേപോലെ കൗൺസിലർമാർ, കാർത്തിക് സാർ, മിഥുൻ സാർ, മറ്റു ഉദ്യോഗസ്ഥർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട ടൂറിസം പാക്കേജിൽ വന്നവർക്ക് എല്ലാവർക്കും, ഞാനും നിങ്ങളെപ്പോലെ തന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. KSRTC ഇങ്ങനെ മോഹിപ്പിക്കുന്ന യാത്രകൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാർച്ച് 8 പറഞ്ഞിട്ടുണ്ട് വനിതകൾക്ക് മാത്രമായിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളുടെ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഇപ്പം നമുക്ക് പോകാൻ ഒരുപാട് സാധ്യതകൾ തുറന്നു തരാം. നമുക്കറിയാം കേരളത്തിൽ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇവരിങ്ങനെ നമുക്ക് അവസരം ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ അതിലാണ് നിങ്ങളെല്ലാവരും വന്നതെന്നറിയാം. നമുക്കെല്ലാവർക്കും വേണ്ടി KSRTCക്കും വനംവകുപ്പിനും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിലമ്പൂര് നല്ലൊരു സ്ഥലം അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി കൗൺസിലർമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി നിങ്ങളെല്ലാവരും നമ്മൾ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വെൽക്കം ഡ്രിങ്ക് നമുക്കിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു ഫോട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ അതിന് വേണ്ടി എല്ലാവരും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അതേമാതിരി വെൽക്കം ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ട് കനോളി വിസിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. റെഡി 1 2 3 അപ്പുറത്തെ കേട്ടോ വെറുതെ നമ്മൾ അത് ഞാൻ ചോദിച്ചത്. നമ്മൾ പക്ഷെ ഇതില്ല, ടയറ് മാറ്റില്ലല്ലോ. നീ തോന്നിട്ടാ കുതിരപ്പുഴ ചാലിയാർ ഇതായിരിക്കും കുതിരപ്പുഴ. കുതിരപ്പുഴ കാണാത്ത ഒരു കുതിരപ്പുഴ ഇതാണ് മനോഹരമായ ചാലി ആറുപുഴ. അപ്പൊ ആറുപുഴയുടെ അല്ലേ ചാലി ആറെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് പണി. ഇങ്ങോട്ട് കൊള്ളാൻ വേണം. മനോഹരമായ ഒരു സീന് വരും അല്ലേ. കനോലി ഇക്കോ ടൂറിസം സെന്റർ. ചീനിമരം അതേറ്റാണ്. ചീനിമരം കേട്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഇവരോട് ചോദിക്കാം. നിങ്ങൾ ഈ ചീനിമരത്ത് ഇതുവരെ കേട്ടിട്ടുണ്ടോ? മരങ്ങളിലൊക്കെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന ഫാക്ടറി.
അവർക്കെതിരായിട്ടൊന്നും പറയുന്നത് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, പിറകിൽ മറ്റേ ഇത് കിട്ടുന്നുണ്ട്, നോക്കാം. നിങ്ങളെടുത്തിനാ ഇവരത് എടുത്ത്? ആ ഓക്കെ. എല്ലാം ഗ്രൂപ്പിൽ പ്രൊടാന്ന് വരും. ഇല്ല കേട്ടോ, അത് നേരത്തെ ആ അതാ എടുക്കുമ്പോൾ കഴിഞ്ഞ ശേഷം വിളിച്ചുണ്ട്. ഒറിജിനൽ ഒന്നുമില്ല. ഇങ്ങോട്ട് കയറുക ടീച്ചറെ, അവര് പോട്ടെ കേട്ടോ. നമ്മൾ സൈഡിൽ നിന്നോ, ഈ സൈഡിൽ നമ്മളെല്ലാവരും ആൾക്കാരുണ്ടല്ലേ, 100 ആൾക്കാരുണ്ട്. അമ്പലക്കുളത്തുനിന്നാ പഠിച്ചേ? നമ്മൾ അമ്പലക്കുളത്തുനിന്നാ പഠിച്ചേ. കാര്യം വലിച്ചാണ് ഒറ്റക്ക് പോകൂലെന്ന് ഒന്ന് ബലിക്ക് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഇവന്റെ ഈ കഠിന പ്രയത്നം ആരും കാണുന്നില്ലേ? നമ്മുടെ ഡ്രൈവർ കൂടി ചേർന്നിരിക്കുകയാണ്. പാചാലി വസ്ത്രക്ഷേപം പോലെ ആയിപ്പോയാ? പാചാലി വസ്ത്രക്ഷേപം പോലെ ആയിട്ട് ഒന്നും വരുന്നു തീർന്നില്ല അല്ലേ? അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മള് ചെയ്യുന്നുണ്ടല്ലേ. ഇത് ഇവിടുന്ന് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് ഇങ്ങോട്ട് വരും. ഒറ്റക്ക് വരില്ല, ഇങ്ങനെ വലിക്കണം. അത് അനങ്ങല്ലേ, ശരിയല്ലേ? അവരവരുടെ ശരീരഭാരം കുറച്ചു ശ്വാസം മേലോട്ട് വലിച്ചു. നമ്മള് പോലീസ് ഇയാളെങ്ങനെയാ നേരത്തെ കാലത്ത് അങ്ങ് കൊണ്ടെത്തിയ? അവർ ഫസ്റ്റ് എടുക്കും. ഇത് നല്ല എക്സസൈസ് ആണല്ലേ? സത്യോ പിന്നെ വർഷം 100 സെന്റിമീറ്റർ. വരുന്നുണ്ടില്ല, അവര് വലിച്ചിറക്കിയപാട് ബോട്ടൊക്കെ അങ്ങനത്തെ വരുന്നുണ്ടില്ലേ തള്ളുകൊണ്ട്. രുക്മിണിയില്ലാത്ത പരിപാടി. കനകല്ലൂർ പ്ലോട്ടിൽ ഇപ്പോൾ നേരത്തെ ഒരു വിവരണം കഴിഞ്ഞു. നമ്മളെ ഇന്നത്തെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട്
ഉദ്ഘാടന ചടങ്ങിൽ നമ്മളെ ഓഫീസർമാരൊക്കെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഈ പ്ലോട്ടിലെത്തിയ സ്ഥിതിക്ക് നമ്മളതിൻ്റെ ചെറിയൊരു ഹിന്റ് നിങ്ങൾക്ക് തരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 176 വർഷം മുമ്പ്, അതായത് ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കൂടിയ മാൻമെയ്ഡ് തേക്കും പ്ലാന്റേഷനാണ് നിൽക്കുന്നത്. 176 വർഷം മുമ്പ് എന്ന് പറയുമ്പം മലബാർ മേഖലയായിരുന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് കലക്ടർ ആയിരുന്ന സർ ഹെൻറി വാലൻറ്റി കനോലിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ നട്ടുപിടിപ്പിച്ച പ്ലാന്റേഷൻ, അതായത് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം നട്ടുപിടിപ്പിച്ച പ്ലാന്റേഷൻ. അതായത് അന്നത്തെ മലബാർ കളക്ടറായിരുന്ന സർ ഹെൻറി വാലൻറ്റി കനോലിയുടെ പേരാണ് നമുക്ക് ഈ പ്ലോട്ടിന് വന്നിട്ടുള്ളത്. അതാണ് കനോലി പ്ലോട്ട്. ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ടൂറിസ്റ്റിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടമാണ് കനോലി പ്ലോട്ട്. അവിടേക്കാണ് കണ്ണൂരിൽ നിന്ന് കനോലിയിലേക്ക് നിങ്ങളിന്ന് വന്നത്. ഞങ്ങളെ കവാടത്തിൽ ഞങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ ഇത് അന്നത്തെ ഭരണകൂടം ഷിപ്പ് നിർമ്മാണത്തിനാണ് പ്രധാനമായിട്ടും തേക്ക് തടി ഉപയോഗിച്ചിരുന്നത്. അതിനനുയോജ്യമായിട്ടുള്ള വുഡ് എന്നുള്ള രീതിയിലാണ് തേക്ക് പ്ലാന്റ് ചെയ്തത്. വീണ്ടും റീപ്ലാന്റ് ചെയ്തതാണത്. നിലമ്പൂരിൻ്റെ വനോപകങ്ങളും മറ്റുള്ളതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനും വിവിധ ആവശ്യങ്ങൾക്കുമാണ് നിലമ്പൂർ റെയിൽ വരെ വന്നു നിന്നിട്ടുള്ളത്. ഈ പ്ലാന്റേഷനിൽ ഇപ്പോൾ നിലവിൽ 115 മരങ്ങളാണ് നിലവിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത്. റിസർവ് വനമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത്. ഇപ്പോൾ വീട്ടാവശ്യത്തിനും മറ്റ് ഉപകരണങ്ങൾക്കൊക്കെ നമ്മളിത് ഉപയോഗിച്ച് പോകുന്നുണ്ട്. ഇതിലേക്ക് കടന്നു വന്നിരുന്നത് അതിമനോഹരമായിട്ടുള്ള ഹാങ് ബ്രിഡ്ജിൽ വരെയായിരുന്നു. 2019 ഫ്ലഡിൽ നിലമ്പൂരിനെ തകടം മരിച്ച ആ ഒരു പീരീഡിൽ നമ്മുടെ ഈ പുറക്ക് കുറുകെയുള്ള ഹാങ് ബ്രിഡ്ജും തൂക്കുപാലവും തകടം മറിഞ്ഞു. അന്ന് ഇത് മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിനെ മൊത്തത്തിൽ വലിയ രീതിയിൽ ദുരിതം ബാധിച്ചൊരു പീരീഡായിരുന്നു 2019. ആ സമയത്ത് സർക്കാരും വിവിധ സംഘടനകളും ഒക്കെ തന്നെ റീബിൽഡ് നിലമ്പൂർ എന്നുള്ള പദ്ധതിയായിട്ടാണ് രംഗത്ത് വന്നത്. നിലമ്പൂരിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് ഫണ്ട് നീക്കി വെക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫണ്ട് വെച്ച് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. വീണ്ടും ഇങ്ങോട്ട് സഞ്ചാരികളെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് വനം വകുപ്പ് ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഇപ്പോൾ ഒരു ജങ്കാർ സർവീസ് താൽക്കാലികമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കങ്ങോട്ട് തിരിച്ചു പോകുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ ചുറ്റുഭാഗം നമ്മൾ റിസർവ് പ്രൊട്ടക്ട് ചെയ്ത് പോയിരുന്നതാണ്. ഇതൊന്നും മുറിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് കണ്ടാസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെള്ളത്തിലേക്ക് എത്തിപ്പോരുന്നേ വിട്ടിട്ടില്ല, അവിടെ അല്ല, അവിടുന്ന് വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ പോക്ക്? നിങ്ങൾ അങ്ങേ തല എത്തുന്നവരെ ടൈറ്റ് ആവില്ല. ഇല്ല അത് തോന്നലാണ്. പോകുന്നുണ്ട് മനസ്സിലാവും. കുറെ പോയി വെറുതെ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും തള്ളാൻ ആഗ്രഹമുണ്ടാ? നീ ചെയ്യുന്നുണ്ടല്ലേ? രുക്മിണി വലിക്കുന്നുണ്ടോ? തള്ളി മതിയായാലും വലിക്കാൻ പറ്റിട്ടുണ്ട്. ഇതല്ല എന്ത് ഓരോരുത്തർ വലിക്കട്ടെ. മുന്നോട്ട് പോയിരുന്നു. സ്പീഡ് കൂടുതലാന്നുള്ള നമ്മൾ എവിടെ ഇവനെടാ ഗിരീഷേടാ അവിടെ ഉണ്ട്. ചോദിക്കണം.
അതാ അങ്ങനെ എടുക്ക് താഴെതാ നോക്കുന്ന ഇതാ എടുത്തു നോക്കടി കൊന്നപ്പൂ കൊന്ന വിരിഞ്ഞ് ആ പാട്ട് പാട് ഒരു പാട്ട് പാട് റെക്കോർഡിംഗ് അവരെ കൂടെ നോക്ക് അത് മഹാഭാഗ്യല്ലേ ഇത്രയും തരുണിയും മണിയുടെ നടക്കുന്ന പാട്ട് നടുക്ക് എല്ലായിടത്തും മരങ്ങൾ വളരുന്നില്ലേ, നാട്ടിൽ വളരുന്നില്ലേ അല്ലെ? പലതരം കാട്ടിൽ വളരുന്ന പലതരം മരങ്ങൾ നാട്ടിൽ കാണാൻ പറ്റും നമുക്ക് അല്ലെ? പക്ഷേ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് മാത്രമാണ് അത് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് കാട്? ഞാൻ അച്ചുവാക്കിൽ പറയാം, നമ്മുടെ നാടും കാടും തമ്മിലുള്ള വ്യത്യാസം. അതായത് മനുഷ്യന്റെ സ്വാർത്ഥതയില്ലാത്ത ഇടം, അതാണ് കാട്. അപ്പൊ നേരത്തെ നമ്മൾ കനോലി ഫ്ലോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ? അവിടെ എന്താണ് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുപോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണിക്കിലും ഒന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ ഭൂമേനി പൂത്ത നേരം, നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ ഭൂമേനി പൂത്ത നേരം, നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിലത നിന്നുലഞ്ഞു രാഗമുദ്ര ചൂടും, ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുപോ നീ, കവിളിന തഴുകിയോ നീ. നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയും, നാണത്താൽ നനഞ്ഞ കവിക്കാരുകളിൽ സന്ധ്യ പൂക്കും, നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയും, നാണത്താൽ നനഞ്ഞ കവിക്കാരുകളിൽ സന്ധ്യ പൂക്കും, ചെന്തളി ചുണ്ടിനയിൽ മുന്തിരി തേൻ കീയും, തേച്ചൂരും വാക്കിലെന്തേ പേരു തുളുമ്പി നിൽക്കും, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുപോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി
കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. അപ്പൊ സമയമുണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോ. ഓക്കെ, താങ്ക് യു. ശരിക്കും കണ്ണൂർ റിപ്പോർട്ടിനേക്കാൾ പഴയ തേക്ക് പ്ലാന്റേഷൻ എന്നാണ് നെടുങ്കയാണ്. പക്ഷെ ഈ കാണുന്നല്ല കേട്ടോ, ഇതൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം പ്ലാൻ ചെയ്ത തേക്ക് മരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടത്തെയൊക്കെ രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽ തന്നെ മുറിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പോഴും ഇവിടെ തേക്ക് ലേലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പഴയ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, പകരം പുതിയത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ അല്ലേ മോക്കടി കാടാണ് അവിടെ പോകും മൊബൈലൊക്കെ റേഞ്ച് ഉണ്ടാകും. ആനക്കൂപ്പ് കേട്ടോ, തടിക്കൂപ്പ്, ആനക്കൂപ്പല്ല, തേക്കിൻ കൂപ്പ്. കൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നടക്കുന്ന സ്ഥലം. ഇവിടുത്തെ മണ്ണിന് സ്വർണത്തിന്റെ അംശം, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ചാലിയാപ്പുഴയിൽ സ്വർണത്തിന്റെ അംശം കാണുന്നുണ്ട്. അപ്പൊ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, നമ്മള് കനാലിക്കോട്ട് പോയി ആലോചിക്കട്ടെ.
കച്ചവടക്കാരനോ? ജയനാ? അതാ വഴിയിൽ നോക്കിയിട്ട് അവിടെ നിന്ന് ബൈപ്പാസിന് റൈറ്റ് മലപ്പുറത്തെ സ്റ്റാൻഡിലേക്ക് പോകുന്നു. അപ്പോൾ അത് അങ്ങനെയാണോ ഗൂഗിളിൽ കാണിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. വൈദ്യരായി താരം സുനിത കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പോയിന്റ് തെളിയുന്നു ഇപ്പോഴും പ്രതിവേട്ടാ അല്ല പ്രാടാ കമാൺ ആകെ ആണായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. മോനേട്ടാ പറയിപ്പിക്കല്ലോ ആമ്പിള്ളേരുടെ ശക്തി. ആണായി പറഞ്ഞവരാരും ഇല്ലേ മോനേട്ടാ?
बजेगा on the floor आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा इसको में गाना बजेगा on the floor आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके दिखाना पड़ेगा क्लब में आया मैं तो मुझको रोकेगा कौन और गाय को मेरा मूड में डांस करेगा किसी का डैडी से नहीं डरेगा इसको जो भी है करना वो कर लो इधर ही मैं हूँ खड़ा पकड़ लो घर पे जाके तुम गूगल कर लो मेरे बारे में विकिपीडिया पे पढ़ लो अरे मेरे जैसे डांस किसको योगराज को मैं ही सिखा दूं
shake a little of that body. Shake it up, shake it up, shake it up. Pump it up, pump it up, and make a little of that body. Pump it up, pump it up, pump it up. Shake it up, baby, shake a little of that body. Shake it up, shake it up, shake it up. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം കൊള്ളും താളം വീരൻ പടയുടെ വൻമുടി എത്തിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുള്ളിൽ മേലെ കാവടി എന്തും വേണം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി വേണം ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കടലിൻ വെള്ളിത്തേരെ ആടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ മുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാഹോ മുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി എത്തിക്കൊട്ടിക്കേറും താളം ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും വേണം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി വേണം ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കടലിൻ വെള്ളിത്തേരെ ആടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ മുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാഹോ മുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ
ഈ താരകാന്തനെ വഴിവേലിൽ പോക്കാണല്ലോ തിരുവനന്തപുരിൽ വഴിവേലൻ വന്നു ഈ സൂര്യഭദ്രന്റെ ശൗര്യം നടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു പടിയാറും പേരിൽ കത്താനാമ്പലം മുടിവട്ടം മുടിയിൽ കാത്തുപോകോ വീഡിയോ 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 തായോട്ട് കൊടുത്ത് അറിയിക്കുന്നു. നമുക്ക് മുൻപോകലും ഇങ്ങനെ നോക്കും ഞാൻ നോക്കിയിട്ടില്ല ഇപ്പഴാ നോക്കുന്നത്. ആയിരിക്കൂലേ ഞാൻ താഴെ നോക്കുന്നില്ല. ആ ഇപ്പൊ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ ഉണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങളത് ഓർമ്മിപ്പിച്ചല്ലേ എനിക്ക് ടെൻഷൻ ആവുന്നത്. ഗ്ലാസ് കാണുന്നില്ല തറമ്പിൽ നിന്ന പോലെ.
Bye.
से നമ്മൾ ഈ ഗുഹ, കേവ് എന്നൊക്കെ കേൾക്കുമ്പോൾ മലഞ്ചെരിവിലും പാറയിടുക്കുകളിലുമൊക്കെയുള്ള ഗുഹകളല്ലേ ഓർമ്മ വരിക? എന്നാൽ അങ്ങനെയല്ലാതെ ഭൂമിക്കടിയിൽ 3 കിലോമീറ്ററോളം നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പാതാള ഗുഹയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗുഹയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 2ാമത്തേതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയുമാണിത്. ഞാൻ ഈ പറയുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല ജില്ലയിലുള്ള പ്രശസ്തമായ ബേലം കേവ്സിനെ പറ്റിയാണ്. ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു പാതാള ഗുഹ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിന് കാരണമായി ചരിത്ര ഗവേഷകർ പറയുന്നത് 10,000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി എന്നൊരു നദി ഗതിമാറി ഭൂമിക്കടിയിലേക്ക് ഒഴുകിയപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത സൃഷ്ടിയാണിതെന്നാണ്. അങ്ങനെ വർഷങ്ങളോളം ചിത്രാവതി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകി രൂപാന്തരപ്പെട്ട പാടുകളും കൈവഴികളും വലിയ ഇടനാഴികളും ഒക്കെ നമുക്ക് ഈ കേവിനുള്ളിൽ കാണാനാകും. ഇങ്ങനെ നടന്ന് ബേലം കേവിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജലപ്രവാഹം കാണാനാകും. അതിനെ പാതാള ഗംഗയെന്നാണ് അറിയപ്പെടുന്നത്. അതിന് സമീപത്തായി ശിവലിംഗത്തോട് സാമ്യമുള്ള ഒരു രൂപവുമുണ്ട്. നൂറ്റാണ്ടുകളോളം ഭൂമിക്കടിയിൽ മറഞ്ഞു കിടന്നിരുന്ന ഈ ഗുഹ കഴിഞ്ഞ 150 വർഷത്തിനിടയ്ക്ക് മാത്രമാണ് ആധുനിക സമൂഹം കണ്ടെത്തുന്നത്. പക്ഷേ 6000-ഓളം വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധ സന്യാസിമാർ ഇവിടെ താമസിച്ചിരുന്നതിന്റെയും ധ്യാനമിരുന്നതിന്റെയും ഒക്കെ തെളിവുകൾ ചരിത്ര ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണമാണ് നമ്മൾ ബേലം കേവിലേക്ക് വരുമ്പോൾ പ്രവേശന കവാടത്തിൽ കാണുന്ന ശ്രീബുദ്ധന്റെ ഈ വലിയ പ്രതിമ. ഭൂമിക്കടിയിലൂടെ 1 മണിക്കൂറോളമുള്ള ഈ യാത്ര അത്ഭുതവും ഭയവും ആകാംക്ഷയും ഒക്കെ ചേർന്ന് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കുറെ നിമിഷങ്ങളാണ് നമുക്ക് നൽകുക. കുറച്ച് സാഹസികതയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തിരയുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വരേണ്ട ഒരു സ്ഥലമാണ് ബേലം കേവ്സ്. ഇവിടെ കേട്ടാ അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ നമ്മളെ തൻസീറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ പറയും, പയ്യൻ പറയും. അപ്പൊ തൻസീറിന്റെ അപേക്ഷ പ്രകാരം 7 യാത്ര 7 ഗ്രൂപ്പ് ബുക്കിംഗ് നമുക്ക് പ്രിയപ്പെട്ട ലൈബ്രറിയൻ പ്രഭാകരനെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും വേണ്ടി ഞാനൊരു പൊന്നാടി അണിയിക്കുകയാണ്. മുട്ടണ കൈ. ഇനി അദ്ദേഹം പൊന്നാട സ്വീകരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇനി വലിയ ട്രിപ്പ് സംഘടിപ്പിക്കേണ്ട ബാധ്യതയുടെ സംഘടനകളോട് സ്വീകരിക്കുന്നു. പറ്റുന്നിടത്തോളം ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു പ്രഭാകരൻ. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നിലമ്പൂർ ട്രിപ്പും അതുപോലെ തന്നെ മലക്കപ്പാറ ട്രിപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം പ്രഭാകരൻ തന്നെയാണ്. കാരണം നിരന്തരം നമ്മളെ വിളിച്ചു വയ്ക്കും ആ ട്രിപ്പ് എന്തായി. നമുക്കറിയാലോ, സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പാക്കേജ് നമ്മൾ പ്രൈവറ്റിലൊക്കെ ആണെങ്കിലും ഒന്നും ചെയ്യാനില്ല. ഇന്ന് ഞാൻ ഐറ്റിനറി തയ്യാറാക്കുന്നു, നാളെ MD-യോടോ മാനേജറോട് ചോദിക്കുന്നു, നാളെ ട്രിപ്പ് എടുക്കും. ഇതങ്ങനെയല്ല, നമ്മൾ ഐറ്റിനറി തിരുവനന്തപുരം അയക്കണം, അവർ ചെക്ക് ചെയ്യണം, എന്നിട്ട് അതിന്റെ റൂട്ട് ക്ലിയർ ആണോ നോക്കണം, എന്നിട്ട് ഓർഡർ വന്ന് അത് ഓർഡർ MD ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ട്രിപ്പ് പാസ് എല്ലാവരും ഇത്രമാത്രം ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ എത്ര എക്സ്പേർട്സ് ആണെന്ന് ശരിക്കും അത് കാണിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ ഭാഗങ്ങളും നേരിട്ട് KSRTC ഇനിയും ഒരുപാട് ആൾക്കാരെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യിപ്പിക്കാൻ പറ്റട്ടെ. ഞാൻ ലഡാക്കിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു അവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഒരു മോട്ടോ എഴുതി വെച്ചിട്ടുണ്ട്, ട്രാവലിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് ലേണിംഗ്. അത് ശരിക്കും സത്യമാണ്. നമ്മുടെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റി വായിക്കും യാത്രകൾ ചെയ്യുമ്പോൾ. അപ്പം എല്ലാവർക്കും അങ്ങനെ നല്ല സന്തോഷമായിട്ട് യാത്രകൾ നടത്താൻ പറ്റട്ടെ. KSRTC എല്ലാ ഭാഗങ്ങളും താങ്ക് യു. കൂത്തുപറമ്പിലും കൂടി പോകുമെങ്കിൽ 2 വാക്ക് പറഞ്ഞു. ഞാൻ 2ാമത്തെ യാത്രയാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഫുഡും ഒക്കെ നല്ലതാണ്. എന്നും ട്രിപ്പുണ്ടായ അറിയിക്കുക തരും. എല്ലാവരും അഭിപ്രായം, അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ യാത്ര, അതായത് ആനവണ്ടിയുടെ ആദ്യത്തെ നിലമ്പൂർ യാത്ര അല്ലെ, മലപ്പുറം ജില്ലയിലേക്കുള്ള ആദ്യത്തെ യാത്രയായിരുന്നു. ആദ്യത്തെ യാത്രയിൽ തന്നെ നിങ്ങളിൽ നിന്നും നല്ല
എന്താണ് ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അല്ല ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തന്നെ അല്ലെ ഞങ്ങളെ സഹായിച്ച നമ്മുടെ ഇളയാവൂർ ടീമിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം ഞാൻ നേരത്തെ അവരുടെ കൂടെ വേറെ ട്രിപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവര് സ്ഥിരമായിട്ട് ഏകദേശം കുറച്ച് പേരൊക്കെ സ്ഥിരമായിട്ട് നമ്മളെ KSRTC തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവര് നമ്മളെ KSRTC തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ താങ്ക്സ് അവർക്ക് ഇരിക്കട്ടെ. അപ്പോ അടുത്തതായിട്ട് നമ്മളെ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തന്നിട്ടുള്ള അല്ലെ 11 അംഗ ടീം നമ്മളെ സിന്ധു മാഡം ആൻഡ് ടീം അവർക്കും അതുപോലെ തന്നെ അവരുടെ കാര്യം നമ്മളെ എന്താണ് ഈ ഒരു യാത്രയെ അല്ലെ ഫുൾ വൈബിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെ. അപ്പൊ ആ ഒരു ഇതിലും നിങ്ങൾക്ക് കാരണം എല്ലാവരെയും ആ ഇതിന്റെ അവര് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഞങ്ങൾ അനങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും അല്ലെ അനങ്ങാതിരുന്നു. അതുകൊണ്ട് വൈകിയെങ്കിലും ഞങ്ങളെ കാണിച്ചു അതാണ് അല്ലേ. നമ്മള് കുറച്ചു പേരെങ്കിലും മറ്റുള്ളവർ ആ ചെയ്തികൾ കണ്ടിട്ടാണ് മുന്നോട്ടേക്ക് വരുന്നത്. അപ്പൊ അത്തരം ഒരു പ്രോത്സാഹനമാണ് നമ്മുടെ 11 അംഗ ടീം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നല്ലൊരു കൈയടി അതോടൊപ്പം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർണാടക കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവുകയുണ്ടായി. അപ്പൊ കർണാടക വൈഫിനും KSRTCയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടുപേരും നല്ലവർക്കാണ്. അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ പൊന്നാടിയായിട്ട് വരും അല്ലേ. അതുപോലെ ഓരോ എല്ലാവരും KSRTCയിൽ നേരത്തെ യാത്ര ചെയ്തിട്ടുള്ളവരാണ് അല്ലെ. മോഹനൻ ഒരാളുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്രഭാകരൻ സാറ് പ്രകാശ് യാത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം എന്താണ് KSRTC പരിചയമുള്ളവരാണ്. അവരൊക്കെ വീണ്ടും KSRTCയെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിന് അവരോടൊക്കെ നന്ദി പറയുന്നത് പോലെ തന്നെ കൃഷ്ണൻ സാറ് പ്രഭാകരൻ സാറ് അല്ലേ അവരൊക്കെ എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രദീപൻ സാർ നിർമ്മല മേഡം അതുപോലെ തന്നെ ഹിമ മേഡം ഇവർക്കൊക്കെ KSRTCയുടെ ഇനിയും KSRTCയുടെ യാത്രയിലേക്ക് സ്വാഗതം. മറ്റുള്ളവർ ഇനിയും വരും. നിങ്ങൾക്കറിയാം പുതിയ യാത്രകൾ വരുമ്പോൾ അവർ വീണ്ടും ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ടാണ് അവര് വീണ്ടും ക്ഷണിക്കുന്നത്. എല്ലാവർക്കും അതായത് ഒരു യാത്ര ഏറ്റവും നല്ല വിജയമായി തീരുന്നത് അതിലെ ഓരോ യാത്രക്കാരനും അല്ലെ അവരുടെ പങ്ക് ഏറ്റവും നന്നായി നിർവഹിക്കുമ്പോഴാണ്. അതിൽ നിങ്ങളെല്ലാവരും അങ്ങേയറ്റം ഞങ്ങളോട് സഹകരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും PTCയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു. Thank you.